വെൽക്കം ബാക്ക് ടു ഡിയർ എവറിത്തിങ് ഹോംമേഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഹെയർ ബോൻ്റെ മെറ്റീരിയൽസ് എന്താണെന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്താണെന്ന്. ഇതൊരു ഫോം ഷീറ്റാണ് ആക്ച്വലി, അല്ലെങ്കിൽ ഗ്ലിറ്റർ ഷീറ്റ് എന്ന് പറയാം. നമുക്ക് സ്റ്റേഷനറി ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ ഇതാ ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ്. അതിൻ്റെ മുകളിൽ ഗ്ലിറ്റേഴ്സ് ജസ്റ്റ് പേസ്റ്റ് ചെയ്തേക്കുന്നതാണ്. പക്ഷെ നമ്മുടെ കയ്യിലൊന്നും അതാവില്ല അധികമൊന്നും. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര തിന്നാണ്. സോ ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ തിക്നെസ്. ഡിഫറെൻറ്റ് കളേഴ്സിൽ അത് അവൈലബിൾ ആണ്. യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക്, എന്ത് കളേഴ്സിലും കിട്ടും. സ്റ്റേഷനറി ഷോപ്സിലൊക്കെ കിട്ടും. അപ്പോൾ ഇന്നും നമ്മളിതൊരു ചെറിയൊരു പീസ് നമ്മുടെ ക്രാഫ്റ്റിൽ യൂസ് ചെയ്യണം. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഷേക്കർ കാർഡാണ്. നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കാർഡ്സിലും അതുപോലെ എന്ത് സാധനങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേക്കർ കാർഡ്. അപ്പോൾ നമുക്കത് നേരെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താ, ഫോം ഷീറ്റ് വേണം, ചെറിയൊരു പീസ് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഡബിൾ സൈഡ് ടേപ്പ്, നിങ്ങൾക്കറിയാം ഡബിൾ സൈഡ് ടേപ്പ് എന്താണെന്ന്. സോ അതുപോലെ തന്നെ വേറൊരു ഡബിൾ സൈഡ് ടേപ്പാണ്, തിക്നെസ് ഇല്ലാത്തൊരു ഡബിൾ സൈഡ് ടേപ്പ്. ഇതുപോലെ ഇരിക്കും. ഇത് ആവശ്യമില്ലാത്ത ഓപ്ഷനിലാണ്. ഞാനിത് എൻ്റെ ഒരു കൺവീനിയൻസിന് യൂസ് ചെയ്യുന്നതാണ്. സോ ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഷേക്കേഴ്സിൻ്റെ അകത്ത് ഇടാനായിട്ട് ഷേക്കേഴ്സ് അല്ലെങ്കിൽ ഫിൽറ്റേഴ്സോ അല്ലെങ്കിൽ സീക്വൻസസോ അങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടും. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ ആദ്യത്തിൽ ഞാൻ ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ റെഡ് സീക്വൻസ് മാത്രമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സിസേഴ്സ് ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ്, ഗമ്മ് വേണം. പിന്നെ നമുക്ക് എങ്ങനെയാണോ കാർഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലത്തെ ഐറ്റംസാണ് വേണ്ടത്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, നമുക്ക് OHP ഷീറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് കവർ ചെയ്യാനൊരു OHP ഷീറ്റ് തന്നെ വേണം. സോ ആ ഷീറ്റാണിത്. സോ വേറെ നിങ്ങൾ എന്താണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനൊരു തിക്കായിട്ടുള്ള ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ എന്ത് ടൈപ്പ് കാർഡാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് മെറ്റീരിയൽസ് മാറുന്നു. സോ ഞാനിവിടെ ഒരു ചെറിയൊരു കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനതൊരു ഹാപ്പി ബർത്ത്ഡേ കാർഡ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൊരു പ്രിൻറ്റഡ് ഷീറ്റ് ഒട്ടിക്കാൻ പോകുന്നതാണ്. ഞാനൊരു റൗണ്ട് ഷീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാർഡ് റെഡിയായി. നമുക്ക് ഇനി ഇതിനെ ഷേക്കർ കാർഡാക്കി മാറ്റണം. അപ്പോൾ അതിന് ഞാൻ ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡബിൾ സൈഡ് ടേപ്പിന് ഇത്തിരി വീതി കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ അളവെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റേഷനറി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സൈസിലുള്ള ഡബിൾ സൈഡ് ടേപ്പ് കിട്ടും. അപ്പോൾ എൻ്റെ ഇതിന് വീതി ഉള്ളതുകൊണ്ട് ഞാനിതിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇതിലും വീതി ഉള്ളത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് അതിനെ കട്ട് ചെയ്തെടുക്കാം. സോ ഞാനിനി ഇതിൻ്റെ സെൻട്രൽ പോർഷനിലൂടെ കട്ട് ചെയ്യാണ്, രണ്ട് സൈഡിൽ ഒട്ടിക്കാനുള്ള പാകത്തിന്. അപ്പോൾ നമുക്ക് ഇതുപോലെ 4 സൈഡിലും ഒട്ടിക്കണം. അപ്പോൾ ഞാൻ ഇത് എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഓരോ സൈഡിലായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സൈഡും കവർ ചെയ്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഷേക്കേഴ്സ് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ റെഡ് സീക്വൻസ് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കളർ കോമ്പിനേഷൻ അനുസരിച്ച് 2-3 കളേഴ്സ് സീക്വൻസോ അല്ലെങ്കിൽ ബീഡ്സോ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ OHP ഷീറ്റ് വെച്ച് കവർ ചെയ്യണം. സോ ഞാനിവിടെ ഓൾറെഡി ഒരു ചെറിയ OHP ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എക്സസൈസ് എടുത്തിട്ടുണ്ട് ഒട്ടിച്ചതിന് ശേഷം മുറിച്ചടയാൻ വേണ്ടിയിട്ട്. നമുക്ക് ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ഈ സ്റ്റിക്കേഴ്സ്, മറ്റേ സൈഡിലുള്ള സ്റ്റിക്കേഴ്സ് ഇതുപോലെ പറിച്ചടയാം. നമ്മളിനി നമ്മുടെ OHP ഷീറ്റ് ഞാനവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. സോ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സസ് ആയിട്ടുള്ള OHP ഷീറ്റ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള OHP ഷീറ്റൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് ഒരു ലുക്കില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ലുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നേരത്തെ പറഞ്ഞിരുന്ന ഫോം ഷീറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ബ്ലാക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തിക്നെസ്സിൽ ബ്ലാക്ക് ഫോം ഷീറ്റ്സിനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത പീസ് റെഡിയാണ്. നമുക്കിനി ഇതിനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അതിനാണ് ഞാൻ ഈ ടേപ്പ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ടേപ്പ് ഇല്ലാത്തവർക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാത്തിൻ്റെ ബാക്കിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ
ഡബിൾ സൈഡ് ടേപ്പ്. അപ്പോൾ അതുപോലെ നമുക്ക് പറിച്ചെടുക്കുമ്പോൾ ആ ഒരു ഗം അവിടെ ഉണ്ടാവും. ഡബിൾ സൈഡ് ടേപ്പിന് ഒരു തിക്നെസ് ഉണ്ടാവും, ഇതിന് അങ്ങനെ ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ്. നമുക്കിതിന് ഓരോന്നായിട്ട് നേരത്തെ ഡബിൾ സൈഡ് ടേപ്പ് എങ്ങനെയാണ് ഒട്ടിച്ചത് അതേപോലെ അതിൻ്റെ കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഫോം ഷീറ്റ്സിന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്റ്റീക്കർ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതിയൊക്കെ കൊടുക്കാം. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ടാം. ഞാൻ ഈ ഫോം ഷീറ്റ് കുറച്ച് സൈഡ്സൊക്കെ എക്സസ് പോർഷൻസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാണിച്ച ഒരു സിമ്പിൾ ആയിട്ടുള്ളതാണ്, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. രണ്ടാമത്തിൽ കാണിച്ചത് നിങ്ങൾക്ക് ഫോട്ടോസോ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രിൻറ്റഡ് ഷീറ്റ്സിൻ്റെ ബാക്കിൽ ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. രണ്ടിനും വലിയ ബുദ്ധിമുട്ടില്ല. ഏറ്റവും എളുപ്പത്തിൽ നല്ല ഭംഗിയുള്ള കാർഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിരുന്നതായിരിക്കും. ബൈ.